ബറൂഖ് ഹഷേം. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവോ എതിർ ക്രിസ്തുവോ? ആദ്യമേ ആർ. ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും വിശ്വസിച്ചതിന് വിപരീതമായിട്ട് ഒരു പക്ഷേ എതിർ ക്രിസ്തുവാണ് ആദ്യം വരുന്നതെങ്കിൽ അതിനകത്ത് സംഭവിക്കാൻ പോകുന്ന വിപത്തുകൾ എന്താണ്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരെയും പഠിപ്പിച്ചിരിക്കുന്നതും നമ്മൾ പഠിച്ചതും നമ്മൾ വിശ്വസിച്ചതും ആദ്യമേ സഭ എടുത്തുകൊള്ളപ്പെടും. അതിനുശേഷം മാത്രമേ എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ച തുടങ്ങുകയുള്ളൂ. 7 വർഷത്തെ ഉപദ്രവകാലം. അതിനുശേഷം കർത്താവ് ഒന്നുകൂടെ മേഘപ്രത്യക്ഷതയിൽ വരും യഹൂദന്മാരെ ചേർക്കുവാൻ. ഇതാകുന്നുവല്ലോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും. ഇതിന് വിപരീതമായിട്ട് ഒരു പക്ഷേ എതിർ ക്രിസ്തുവാണ് ആദ്യം വരുന്നത്. അവൻ ആദ്യമേ ചതിയിലൂടെ വരും. ആദ്യത്തെ 3.5 വർഷത്തിൽ അവൻ ചതിയിലൂടെ വരും. അതിനുശേഷം ഇൻ ദ മിഡ് ഓഫ് ദ വീക്ക് അവൻ റിവീലാക്കപ്പെടും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യഭാഗത്ത് വെച്ചിട്ട് അവൻ വെളിപ്പെടും. വെളിപ്പെട്ടതിന് ശേഷം അവന് 3.5 വർഷത്തെ ഭരണകാലം എതിർ ക്രിസ്തുവിന്. അതിനുശേഷം മാത്രമേ കർത്താവ് വരികയുള്ളൂ എന്നാണ് ഒരു പക്ഷെ സംഭവിക്കാൻ പോകുന്നതെങ്കിൽ, ആദ്യമേ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം, അതിനുശേഷം മാത്രമേ കർത്താവ് വരികയുള്ളൂ എന്നൊരു പക്ഷേ സംഭവിച്ചാൽ വരുവാൻ പോകുന്നതായ വിപത്തുകൾ എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയട്ടെ. ഒന്നാമത്തെ വിപത്ത്, ആ എതിർ ക്രിസ്തു മറഞ്ഞിരുന്നു കൊണ്ട്, അവൻ വെളിപ്പെടുന്നതിന് മുമ്പേ അവൻ മറഞ്ഞിരുന്നു കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളതായ, അല്ലെങ്കിൽ വരുവാൻ പോകുന്നതായ, വന്നുകൊണ്ടിരിക്കുന്നതായ സകലവിധമായ ട്രാപ്പുകൾ, സകലവിധമാകുന്ന കെണികളിലും നിങ്ങൾ വീഴുവാനിടയാകും. കാരണം എന്താ? നിങ്ങൾ വിചാരിക്കും അത് എതിർ ക്രിസ്തു ഒന്നുമല്ല, അത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്പറുമല്ല, ആ കൊണ്ടുവന്നിട്ടുള്ളത് മാർക്കുമല്ല, ആ കൊണ്ടുവന്നിരിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ പേരുമല്ല. ഇതൊന്നുമല്ല. കാരണം കർത്താവ് ആദ്യമേ വരണം, അതിനുശേഷം മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് വരുന്നതിന് മുമ്പ് വരുന്നതായ മാൻഡേറ്റ്സ് എല്ലാ നിർബന്ധിതമായിട്ട് ഗവൺമെൻറ്റുകളും മറ്റും ലോകം കൊണ്ടുവരുന്നതായ എല്ലാ നിർബന്ധിത വഴക്കങ്ങൾക്കും നമ്മൾക്കൊരു പക്ഷേ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന്, അതനുസരിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ. കാരണം അത് എതിർ ക്രിസ്തുവിൻ്റെ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കെണിയിലൂടെ കൊണ്ടുവന്നാലും നിങ്ങളതിനകത്ത് വീണു പോകുവാനിടയാകും. ഇതാണ് വിപത്ത്. ഇത് നിങ്ങൾ ചിന്തിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ചിന്തിച്ചു കാണുമല്ലോ, ഒരു പക്ഷേ ഇങ്ങനെ ആകുന്നുവെങ്കിൽ ഇവൻ കൊണ്ടുവരുന്നതായ, കെണിയിലൂടെ കൊണ്ടുവരുന്നതായ വിപത്തിൽ വീഴുമല്ലോ എന്ന്. ഇനി അതിനുശേഷം 3.5 വർഷക്കാലം അവൻ വെളിപ്പെട്ടതിന് ശേഷം അവന് തന്നെ കർത്താവ് കൊടുത്തിരിക്കുന്ന 42 മാസം, അതായത് 3.5 വർഷക്കാലം അവന് ഭരിക്കുവാൻ കൊടുത്തിട്ടുണ്ടല്ലോ. ആ 3.5 വർഷക്കാലം അവൻ നിശ്ചയമായിട്ടും വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യും എന്നാകുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആ വിശുദ്ധന്മാരാരാണ്, ഏതാണെന്നൊക്കെയുള്ള ഭയങ്കര ഡിസ്കഷൻസ്, ലെറ്റ് ഇറ്റ് ബി എ സൈഡ്, അത് അപ്പുറത്തിരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായിട്ട് അപ്പോസ്തലന്മാരിടാത്ത അടിസ്ഥാനത്തിന്മേൽ വെറും മാനുഷിക കൽപ്പനകളാലും മാനുഷിക സ്വപ്നത്തിനാലും മാത്രം ഇട്ടതായ ചില അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങളൊക്കെയും പൊളിഞ്ഞു പോകുവാൻ പോകുന്നതായ കാലയളവുകളാണ് ഇപ്പോഴുള്ളതും ഇനി വരുവാൻ പോകുന്നതും. വെറും 120 വർഷങ്ങൾക്ക് മുമ്പ് 1901 ചാൾസ് ഫോക്സ് പെർഹാം എന്ന് പറയുന്നതായ വ്യക്തി തുടങ്ങിയതായ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ്, 1820 ബ്രദറിൻ മൂവ്മെന്റ് തുടങ്ങിയപ്പോൾ അതിൻ്റെ ഭാഗമായി നിന്നതായ വ്യക്തിയുടെ പേരാണ് ജോൺ ഡാർബി. അദ്ദേഹം തുടങ്ങിയതായ ഒരു ഡോക്ട്രിനാണ് ഈ പ്രീ ട്രിബുലേഷണൽ റാപ്ചർ ഡോക്ട്രിൻ. ഇത് വല്ല ഓർമ്മയുമുണ്ടോ? ഇത് വല്ലതും അറിയാമോ?
ഇതൊന്നും ആർക്കും അറിയത്തില്ല. അന്നേരം 1820 ബ്രദറൻ മൂവ്മെന്റുകാർ തുടങ്ങിയതായ ഈ റാപ്ചർ ആദ്യമേ സഭ എടുത്തുകൊള്ളപ്പെടും, അതിനുശേഷം മാത്രമേ എതിർ ക്രിസ്തു വെളിപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞ് ഈ ബ്രദറൻകാർ തുടങ്ങിയതാണ് 1901 പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ് തുടങ്ങിയത്. അതായത് ഇതെല്ലാം ഈ ഉപദേശങ്ങൾ, ഈ അടിസ്ഥാനങ്ങൾ ദൈവത്തിന്റെ അപ്പോസ്തോലന്മാർ ഇടാത്തതായ ഈ പറഞ്ഞ അപ്പോസ്തോലൻ എന്ന് പേര് പറയുന്നതായ ഈ ചാൾസ് ഫോക്സ് പെർഹാമും ഈ ജോൺ ഡാർബി എന്ന് പറയുന്നതായ വ്യക്തികളും ഇട്ടതായ അടിസ്ഥാനങ്ങളുടെ മേൽ പണിതപ്പെട്ടതായ ഇന്നത്തെ എല്ലാ സഭകളും തുടങ്ങിയിട്ട് വെറും 200 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെയാകുന്നുവെങ്കിൽ എന്താണ് അപ്പോസ്തോലന്മാരിട്ടതായ അടിസ്ഥാനം? അപ്പോസ്തോലൻ ഇട്ടതായ അടിസ്ഥാനമാണ് 2 തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. നിങ്ങളെ ആരും ആ 2-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കത്തില്ല. നിങ്ങളെല്ലാവരും വായിക്കുന്നതും നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നത് മുതൽ താഴോട്ടേ വായിക്കത്തുള്ളൂ. ആദ്യം മുതലേ ആരും വായിക്കത്തില്ല. ആദ്യം മുതലേ എഴുതിയിരിക്കുന്നത് പൗലോസ് വ്യക്തമായിട്ടും പറയുകയാണ്, ഈ വിഷയത്തിൽ ആരും നിങ്ങളെ ചതിക്കരുത് എന്ന്. ആരും നിങ്ങളെ ചതിക്കരുത് എന്ന് എവിടെയാണോ പറഞ്ഞത് അവിടെ തന്നെ 200 വർഷങ്ങൾക്ക് മുമ്പ്, വെറും ഇന്ന് മുതൽ 200 വർഷങ്ങൾക്ക് മുമ്പ് വന്നതായ ഒരു ചതിയാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജനങ്ങളും പെട്ടുപോകുന്നതായ ഒരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. അതിനുശേഷം മാത്രമേ യഹോശുവ പ്രത്യക്ഷത ഉണ്ടാവുകയുള്ളൂ എന്ന് വ്യക്തമായിട്ട് 2 തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതാകുന്ന വചനങ്ങളെ കണ്ടിന്യൂസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരിക്കുന്ന യഹോശുവ പ്രത്യക്ഷതയും കർത്താവിൻ്റെ അടുക്കിലേക്കുള്ളതായ നമ്മുടെ ആഗമനവും സംബന്ധിച്ച് വല്ല സ്വപ്നത്തിനാലോ വല്ല ആത്മാവിനാലോ ഇങ്ങനെ എന്താ പറയുക പെട്ടെന്ന് ഇളകി പോകരുത്. നിങ്ങൾ ആരും പെട്ടെന്ന്, കാരണം എന്തുവാ, ഇപ്പോൾ എല്ലാം എവിടെ നോക്കിയിരുന്നാലും ഇംഗ്ലീഷുകാരുടെ ഇടയിൽ ഫുൾ എടുത്തു നോക്കിയാൽ സെപ്റ്റംബർ 2025 കർത്താവ് വരും, ഇങ്ങനെയാണ് ഇംഗ്ലീഷുകാരുടെ ഇടയിൽ പരന്നുകൊണ്ടിരിക്കുന്നത്. മലയാളികളുടെ ഇടയിൽ ഇങ്ങനെ എത്തിയിട്ടില്ല. ആദ്യമേ വരുന്നതെല്ലാം ഇംഗ്ലീഷുകാരുടെ ഇടയിലാണല്ലോ എല്ലാം തുടങ്ങുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞതായ ഈ ഡോക്ടറിൻസ് വരെ ആദ്യം തുടങ്ങുന്നത് ഇംഗ്ലീഷുകാരുടെ ഇടയിൽ, അത് പിന്നെ ഇവിടെ വരണം, പിന്നീട് മലയാളികൾക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് ഈ സെപ്റ്റംബറിൽ 2025 മലയാളികൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങുന്നത് ഈ വീഡിയോകൾ കണ്ടിട്ടുള്ളവരാ. കാരണം നമ്മളെന്തെങ്കിലും ഇന്ന് കാണുന്നതിനെയോ ഇന്ന് കേൾക്കുന്നതിനെയാണല്ലോ നാളെ നമ്മൾ സ്വപ്നമായിട്ട് കാണുന്നത്. ഇന്ന് കാണാത്തതും നമ്മൾ അറിയാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒന്നിനെയും നിങ്ങളാരും സ്വപ്നം കാണത്തില്ലല്ലോ. നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യത്തെ മാത്രമേ സ്വപ്നം കാണത്തുള്ളല്ലോ. അതുകൊണ്ട് മലയാളത്തിൽ ഇതാരും പറഞ്ഞിട്ടുമില്ല, ആരും ഇത് അറിയുന്നതുമില്ല, അതുകൊണ്ട് ആരും സ്വപ്നം കണ്ടിട്ടുമില്ല. ഇംഗ്ലീഷുകാരുടെ ഇടയിൽ മുഴുവൻ ഇപ്പോൾ ഇതാ ചർച്ച. അടുത്ത മാസം കർത്താവ് വരുന്നത് 2025 സെപ്റ്റംബറിൽ, അതും 23-24 ഡേറ്റ് യഹൂദന്മാരുടെ കാഹളപ്പെരുന്നാളിൻ്റെ അന്ന്. എന്തായാലും ക്രിസ്ത്യാനി അവിടം വരെ എത്തി. കാഹളപ്പെരുന്നാൾ എന്താണെന്നൊക്കെ അറിയാനുള്ള ഇതുവരെ എത്തി. ബാക്കിയുള്ളതും അറിയും. എല്ലാം പതുക്കെ കൊണ്ട് ഈ കർത്താവ് ഇടാത്തതായ അടിസ്ഥാനത്തിന്മേൽ, കർത്താവും അപ്പോസ്തലന്മാരും ഇടാത്തതായ അടിസ്ഥാനത്തിന്മേൽ പണിതിട്ടുള്ളതായ സകലതും, ആ ദുരുപദേശത്തിന്മേൽ പണിതപ്പെട്ടതായ സകലതും കർത്താവ് തന്നെ പൊളിച്ചു കളയും. അതിനുള്ള നാള് വിദൂരമല്ല. കർത്താവ് തന്നെ പൊളിച്ചു കളയും. അതെല്ലാവരും കാണുവാൻ ഇടയാകുകയും ചെയ്യും. നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക ഇതിൻ്റെയൊക്കെ ഉത്ഭവം എവിടെ നിന്നാണെന്ന്, ആരാണ് ഇതൊക്കെയും തുടങ്ങിയതെന്ന്. അപ്പോസ്തലന്മാർ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചതും യഹോശുവ തന്നെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും എന്താണ്? ആദ്യമേ സഭ കഷ്ടത്തിലൂടെ കടന്നു പോകും, പരീക്ഷാകാലത്തിലൂടെ സഭ കടന്നു പോകും. ആ നോഹയുടെ കാലം പോലെ ആകുമെന്ന് പറഞ്ഞത് അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ആ ദിവസം പെട്ടെന്ന് അവർക്ക് കെണി പോലെ വന്നു, അവരത് അറിഞ്ഞതുമില്ല. ആർക്കാ കെണിയായിട്ട് വരാൻ പോകുന്നത്? കർത്താവിൻ്റെ വരവ് കെണിയായിട്ട് വരുവാൻ തക്കവണ്ണം നമ്മൾ ഇരുട്ടിനുള്ളവരല്ല, അത് ഈ ലോകത്തിൻ്റെ മക്കൾക്കാണ് കെണിയായിട്ട് വരുവാൻ പോകുന്നത്. അന്നേരം നോഹയുടെ കാലം പോലെ ആകും എന്ന് പറഞ്ഞാൽ ആദ്യമേ വെള്ളത്തിൻ്റെ മുകളിൽ
പെട്ടകം നിന്നതുപോലെ നമ്മളങ്ങ് പോകും. അതിനുശേഷം അതിൻ്റെ അടിയിൽ വെള്ളത്തിൽ എല്ലാവരും കിടന്ന് മുങ്ങിച്ചാകും. അതേപോലെ ഈ ഭൂമിയിൽ എല്ലാവരും കിടന്ന് ചാവും എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നോഹയുടെ കാലം പോലെ ആകും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവർ അറിയാതെ സാധാരണക്കാരെ പോലെ ഇരുന്നു. മറ്റുള്ളവർ, ഈ ഭൂമിയിലുള്ളവർക്ക് അറിയാതെ പെട്ടെന്ന് ഒരു കെണി പോലെ അവർക്ക് വന്നു എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ആ നോഹയുടെ എക്സാമ്പിൾ കർത്താവ് പറഞ്ഞതിനെ തിരിച്ച് മാറ്റി നിങ്ങളുടെ ഉപദേശം പ്രകാരം അതിനെ വ്യാഖ്യാനിക്കുന്നത് എന്തിനാണ്? നോഹയുടെ പെട്ടകം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ലേ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത്? വെള്ളപ്പൊക്കം ഈ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്തുകൊണ്ടേ ഇരുന്നപ്പോഴും ഭൂമിയിൽ തന്നെയാണ് പെട്ടകം ഉണ്ടായിരുന്നത്. ഭൂമിയിൽ തന്നെയാണ് പെട്ടകം ഉണ്ടായിരുന്നത്. 40 രാവും 40 പകലും മഴ പെയ്തു, വെള്ളം പൊങ്ങി. അതിനുശേഷം നിലത്ത് നിന്നും ഈ പെട്ടകം ഉയർന്നു തുടങ്ങിയിട്ട് പെട്ടെന്ന് ആകാശത്ത് പോയി നിന്നോ? ഇല്ലല്ലോ. ഈ ഭൂമിയിൽ തന്നെ ആയിരുന്നല്ലോ വെള്ളപ്പൊക്കം, ഈ ഭൂമിയിൽ തന്നെ ആയിരുന്നല്ലോ ആ പെട്ടകവും. അതേപോലെ ഞാൻ പറയുകയാണ്, ഈ ഭൂമിയിൽ തന്നെ സഭ ഉണ്ടാകും. പക്ഷേ ആ പെട്ടകത്തിൽ തൻ്റെ ജനം, കർത്താവ് കണ്ടിരിക്കുന്നതായ ആ ജനം രക്ഷിക്കപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ ജനം ഈ ഭൂമിയിൽ പരീക്ഷാകാലത്ത്, എതിർ ക്രിസ്തുവിൻ്റെ സമയത്ത് ഈ ഭൂമിയിൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ആ നോഹയുടെ പെട്ടകത്തിൻ്റെ ഉള്ളിൽ ആ ഫ്ലഡ് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആ ഫ്ലഡ് ഇവരെ കൊന്നുകളഞ്ഞുവെങ്കിലും ആ ഫ്ലഡിൽ തന്നെ ആ നോഹയുടെ പെട്ടകത്തിൻ്റെ ഉള്ളിൽ ആ നോഹയും കുടുംബവും സൂക്ഷിക്കപ്പെട്ടതുപോലെ കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ സൂക്ഷിക്കപ്പെടും. അവരെങ്ങും പോകത്തില്ല, ഈ ഭൂമിയിൽ തന്നെ കാണും. കാരണം എതിർ ക്രിസ്തുവിന് യുദ്ധമുള്ളത് വിശുദ്ധന്മാരോടാണ്. ഒന്നുകിൽ നിങ്ങൾ സമ്മതിക്കണം നിങ്ങൾ വിശുദ്ധന്മാരല്ല എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം ഈ യഹൂദന്മാരാണ് വിശുദ്ധന്മാരെന്ന്. നിങ്ങൾ യഹൂദന്മാരെ വിശുദ്ധന്മാരെന്ന് സമ്മതിക്കത്തുമില്ല, നിങ്ങളാണ് വിശുദ്ധന്മാരെന്ന് പറയുകയും ചെയ്യും. അതേ സമയത്ത് കർത്താവിൻ്റെ വചനം പറയുന്നത് എതിർ ക്രിസ്തു 13-ാം അധ്യായം റെവലേഷൻ 13 പറഞ്ഞിരിക്കുന്നത് അവൻ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനയും യഹോശുവയുടെ സാക്ഷ്യവുമുള്ളതായ വിശുദ്ധന്മാർ ആരാണ്? ദൈവത്തിൻ്റെ കൽപ്പനയും യഹോശുവയുടെ സാക്ഷ്യം. ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നതായ 10 കൽപ്പന, ശബത്ത് ഉൾപ്പെടെയുള്ളതാകുന്ന ദൈവത്തിൻ്റെ 10 കൽപ്പന ഈ ഭൂമി മുഴുവനും പ്രസംഗിക്കപ്പെടും. കാലം അധികം വിദൂരമല്ല, അത് അടുത്തെത്തിയിരിക്കുന്നു. അത് വളരെ അടുത്തായെത്തിയിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന ശബത്ത് എന്ന് പറയുന്നതൊന്നും ഒരു പ്രത്യേക ഒരു സഭയുടെ ഭാഗമായിട്ടോ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടോ ഒന്നും പറയുന്നതല്ല. വ്യക്തമായിട്ട് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ദൈവവചനം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നിശ്ചയമായിട്ടും ശബത്ത് എന്നതാകുന്ന കർത്താവിൻ്റെ ആ നിത്യ സുവിശേഷം ഈ ഭൂമിയിൽ ദൂതന്മാർ തന്നെ പ്രസംഗിക്കും. അതെല്ലാവരും കാണുവാനിടയാകും. ആ കാലം അധികം വിദൂരമല്ല. ദൈവം നിശ്ചയമായിട്ടും അതിന് വെച്ചിരിക്കുന്നതായ ഒരു സമയമുണ്ട്. ദൈവം നിശ്ചയമായിട്ടും അതിനായിട്ട് വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. നിശ്ചയമായിട്ടും അത് ഈ ഭൂമിയിൽ പ്രസംഗിക്കപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ കൽപ്പന, ആ 10 കൽപ്പന കർത്താവ് കൊടുത്തതായ 2 കൽപ്പലകകൾ നിശ്ചയമായിട്ടും ഈ ഭൂമി മുഴുവനും കാണുവാനിടയാകും. കർത്താവിൻ്റെ നിത്യസുവിശേഷം യഹോശുവയാകുന്നു മഷിയാകുന്നുള്ളതും കർത്താവിൻ്റെ 10 കൽപ്പനകളും നിശ്ചയമായിട്ടും ഈ ഭൂമിയിലുള്ളതായ സകല മനുഷ്യരും അറിയുവാനും കാണുവാനും കേൾക്കുവാനും ഇടയാകും. അതിന് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, റോൺ വൈറ്റിനെ നിങ്ങൾക്കറിയാമെങ്കിൽ ഒരു പക്ഷേ അവരോട് ചോദിച്ചു നോക്കാം. അവരുടെ വെബ്സൈറ്റ് ആർക്ക് ഡിസ്കവറി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആവുന്നു, ആർക്ക് ഓഫ് ഡിസ്കവറി സംതിങ്. ആ ഒരു വെബ്സൈറ്റിൽ പോയാൽ അവർ അതിനകത്ത് വ്യക്തമായിട്ടും പറയുന്നുണ്ട്, നിശ്ചയമായിട്ടും അതിന് ആ ദിവസമാകുമ്പോൾ അത് പുറത്തു വരും. അവർ പറയുന്നതായ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശബത്തിനെ ആചരിക്കുവാൻ. അവരൊരു പ്രത്യേക ഗ്രൂപ്പുകാരല്ല, അവരൊരു പ്രത്യേക ഏതോ സഭയുടെ ഭാഗമായിട്ടുള്ളതായ ആൾക്കാരായിരുന്നു. പക്ഷേ അവർ പോലും പറയുന്നത് ശബത്തിനെ ആചരിക്കുവാനാണ്. കാരണം ആ റോൺ വൈറ്റിന്
ദൂതനുമായിട്ടുള്ളതായ എൻകൗണ്ടറിങ് വന്നപ്പോൾ അവരോട് പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. ലോകത്ത് സൺഡേ ലോ പ്രാബല്യത്തിൽ വരും. അതായത് ഞായറാഴ്ച എന്ന് പറഞ്ഞതായ ആ ലോ പ്രാബല്യത്തിൽ വരുമ്പോൾ അവിടെയാകുന്നു ശബത്തിന്റെ പ്രാധാന്യം ഉണ്ടാകാൻ പോകുന്നത്. ഇന്ന് ക്രിസ്ത്യാനിയോട് വിശുദ്ധ ദിവസം ഏതാന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനി പറയും വിശുദ്ധ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണെന്ന്. പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ, വിശുദ്ധ ദിവസമായ ശബാത്ത് ദിവസത്തിൽ നിങ്ങളുടെ കാലുകളെ അടക്കി വെച്ച് നിങ്ങളുടെ കാര്യാദികൾ നോക്കാതെ ശബത്തിനെ ഒരു സന്തോഷമെന്നും അതിനെ ഒരു വിശുദ്ധ ദിവസമെന്നും എണ്ണണം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ശബത്ത് ദിവസത്തെ വിശുദ്ധ ദിവസമെന്ന് യെശയ്യാവ് 58-ാം അധ്യായത്തിൽ പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനിയെല്ലാം പഠിപ്പിച്ചു. യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മവേശനായി ആ കർത്തൃദിവസം എന്ന് പറയുന്നത് എന്താ പറയുക സൺഡേ ആണ് എന്നുള്ളത്. യോഹന്നാൻ യഹൂദനായിരുന്നു. സൺഡേ ലോ എന്ന് പറയുന്നതായ പുതിയ ലോ തുടങ്ങണമായിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും യേശുവ ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നല്ലോ. ഒരു പുതുതായിട്ട് ഇനി മുതൽ നിങ്ങൾ ശബത്തൊന്നും ചെയ്യേണ്ട, ഇനി മുതൽ നിങ്ങൾ സൺഡേ ഒരു വർഷിപ്പ് ഡേ ആയിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ഒരു പുതിയ ഉടമ്പടി അവർക്ക് കൊടുക്കണം, ഒരു പുതിയ നിയമമായിട്ട് അവർക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ കർത്താവ് മരിച്ചു ഉയർന്നേറ്റ് 40 ദിവസം അവരോട് കൂടെ നടന്ന് അവരെ പഠിപ്പിച്ചല്ലോ ശിഷ്യന്മാരെ. അങ്ങനെ ഒരു പക്ഷേ ചെയ്യാമായിരുന്നല്ലോ, കർത്താവിന് പുതുതായിട്ട് പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നു. ശിഷ്യന്മാർ നിശ്ചയമായിട്ടും അത് റെക്കോർഡ് ചെയ്യുമായിരുന്നു അവരുടെ ലേഖനങ്ങളിൽ. അവരത് നിശ്ചയമായിട്ടും ഡോക്യുമെന്റ് ചെയ്യുമായിരുന്നു. നമ്മളുടെ ബൈബിളിൽ അത് നിശ്ചയമായിട്ടും കാണുമായിരുന്നു. പക്ഷെ കർത്താവ് പുതിയതായിട്ടൊന്നും കൊടുത്തതുമില്ല, ശിഷ്യന്മാർ പുതിയതായിട്ടൊന്നും പഠിപ്പിച്ചതുമില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുന്നതാ ഇതൊക്കെ. പിന്നെ ട്രാൻസ്ലേഷൻ ചെയ്ത ബൈബിൾ ട്രാൻസ്ലേഷൻകാരും കൂടെ കുറച്ച് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തന്ന് സത്യത്തെ തെറ്റിക്കുവാൻ തക്കൊണ്ടോടെ. പക്ഷേ ഈ സത്യമെല്ലാം മറച്ചു വെച്ചിരിക്കുന്നതായൊക്കെ പുറത്തു വരുന്നതായ സമയം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ എന്നെ പോലും കേൾക്കുന്നത്. കാരണം ഞാനും നിങ്ങളെപ്പോലെ ഇതൊക്കെ വിശ്വസിച്ച് ഇതാണ് സത്യം, ഇതാണ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് വന്നതായ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉത്ഭവം ഒരു 200 വർഷവും ഒരു 120 വർഷമൊക്കെ ആയിട്ടുള്ളൂ എന്നും, പിന്നെ ഈ ത്രിയേക ദൈവം എന്ന് പറയുന്നത് 350 AD കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കൊണ്ടുവന്നതാണ്, കത്തോലിക്കക്കാർ കടമെടുത്തതാണ്, കത്തോലിക്കക്കാരുടെ കയ്യിൽ നിന്നും പെന്തക്കോസുകാർ കടമെടുത്തതാണ് ഈ ത്രിയേക ദൈവം എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. ഇതൊന്നും അല്ല സത്യമെന്ന് മനസ്സിലാക്കുവാൻ തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ ആരും വറി ചെയ്യേണ്ട, ഇതൊക്കെ പുറത്തു വരുന്നതായ കാലം വിദൂരമല്ല. അതൊക്കെ അടുത്ത് തന്നെ ഇതെല്ലാം പുറത്തു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്, ആ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകാഞ്ഞാൽ എതിർ ക്രിസ്തു ആയവൻ ആ അധർമ്മമൂർത്തി വെളിപ്പെടത്തില്ല എന്ന് പറഞ്ഞത് വിശ്വാസത്യാഗം നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ നിങ്ങളെ വിട്ട് പരിശുദ്ധാത്മാവ് പോകും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയെ വിട്ട് സഭയും കൊണ്ടുപോകും എന്നുള്ളതല്ല. അങ്ങനെയാകുന്നുവെങ്കിൽ എതിർ ക്രിസ്തു യുദ്ധം ചെയ്യുന്നത് ആരോടാ? നമ്മളുടെയൊക്കെയും വിശ്വാസത്തിൻ്റെ പരിശോധന തീയിൽ ഊതിക്കഴിക്കുന്ന പൊന്നിനേക്കാളും വിലയേറിയത് എന്ന് മനസ്സിലാകുന്ന ഒരു ദിവസം യഹോശുവയുടെ പ്രത്യക്ഷതയുടെ ദിവസമാണ്. ആ ദിവസം വരെയും പരീക്ഷാഘട്ടത്തിലൂടെ കടന്നുപോയി പിടിച്ചു നിൽക്കുന്നവൻ, സഹിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. അതുകൊണ്ട് ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. അതിനുശേഷം മാത്രമേ യഹോശുവ മശിയാഗ് വെളിപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് കർത്താവും ശിഷ്യന്മാരും നമ്മളെ പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതും. അതിന് വിപരീതമായിട്ട് ആ അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ച സുവിശേഷത്തിന് വിരോധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞപ്പോൾ ഈ സുവിശേഷത്തിന് വിരോധമായിട്ട് ആദ്യമേ
വിശ്വാസത്യാഗം സംഭവിച്ച അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടും, അതിനുശേഷം മാത്രമേ കർത്താവ് വെളിപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞതായ ആ സുവിശേഷത്തിന് വിപരീതമായിട്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം വന്നതായ ഈ ഈ സുവിശേഷം, ഈ പ്രീ ട്രിബുലേഷൻ റാപ്ചർ, അതായത് ഫസ്റ്റ് സഭ എടുത്തുകൊള്ളപ്പെടും, അതിനുശേഷം മാത്രമേ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞതായ ദുരുപദേശം, ഫോൾസ് ഡോക്ട്രിൻ വന്നിട്ട് വെറും 200 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അതാണ് ദുരുപദേശം. അതാണ് ദുരുപദേശം. അതാണ് അതാണ് കർത്താവ് ഇടാത്തതായ അടിസ്ഥാനം, അപ്പോസ്തലന്മാർ ഇടാത്തതായ അടിസ്ഥാനം അതാണ്. സോ അങ്ങനെയാകുന്നെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ ഫോളോ ചെയ്യുന്നതായ ഓരോന്നിൻ്റെയും അടിസ്ഥാനം ആരായിട്ടത്? അതിൻ്റെയൊക്കെ റൂട്ടൊന്ന് ചിന്തിച്ചാൽ മതി. എന്ന് മുതലാണ് ഇതൊക്കെ ഇങ്ങനെ തുടങ്ങിയത്? കാരണം ഇത്ര നാളും ഇതൊന്നും അറിയാനുള്ളതായ ആക്സസ് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ, അല്ലെങ്കിൽ എന്താ പറയുക, ബൈബിൾ എല്ലാവർക്കും ആക്സസ് ഉണ്ടാകാത്ത കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും കൂടി വന്ന് ഒരാൾ വന്ന് പറയും, അതെല്ലാവരും കേട്ട് അങ്ങനെ തന്നെ വിശ്വസിക്കും. ഇപ്പം എല്ലാവരുടെയും കൈകളിൽ ബൈബിൾ ഉണ്ടല്ലോ. എല്ലാവർക്കും ചരിത്രങ്ങളെ തിരഞ്ഞ് മനസ്സിലാക്കുവാൻ പറ്റുന്നതാകുന്ന ഉപാധികളും കയ്യിലുണ്ട്. അങ്ങനെയാകുന്നെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ചുകൂടെ ഇതിൻ്റെയൊക്കെ ഉത്ഭവം എവിടെ, ഇതൊക്കെ എന്നാ തുടങ്ങിയത് എന്നൊക്കെ? പക്ഷേ നിങ്ങൾ സത്യം അറിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്യാഗം ഉണ്ടാകരുത്. അയ്യോ, ഇതൊക്കെ തെറ്റായി പോയല്ലോ, ഞാൻ ഇത്ര നാൾ വിശ്വസിച്ചിരുന്നത് തെറ്റാണോ എന്ന് പറഞ്ഞുകൊണ്ട് വീണു പോകരുത്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറയുന്നത്, ഏക ദൈവമേ ഉള്ളൂ. ആ ദൈവം തന്നെ വചനമായി, മശിഹായായി, യഹോശുവായായി ഈ ഭൂമിയിൽ വെളിപ്പെട്ടു. അതാകുന്നു ഇസ്രായേലിൻ്റെ ദൈവം. യൂദ് ഹേ വാവ് ഹേ എന്ന നാമമുള്ളതായ അദോനായി ആകുന്ന ഏക ദൈവം. ആ ദൈവം തന്നെയാകുന്നു മശിഹായാകുന്ന യഹോശുവായി ഈ ഭൂമിയിൽ വെളിപ്പെട്ടത്, ഇന്ന് പരിശുദ്ധാത്മാവായി നമ്മളോട് കൂടെ വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചതിക്കപ്പെട്ടു പോകാതെ ഇരിക്കുവാൻ, ആ നോഹയുടെ പെട്ടകത്തിങ്കിലേക്ക് കടക്കുവാൻ തക്കവണ്ണം സീൽഡ് ആക്കപ്പെടണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, നിശ്ചയമായിട്ടും ശബാത്ത് എന്നതാകുന്ന കർത്താവിൻ്റെ അടയാളം ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതാ കാരണം ശബത്തിനെ ആകുന്നു എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ നിങ്ങൾക്കുണ്ടാകേണ്ടതായ അടയാളമെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളതായ അടയാളം. അതാണ് ദൈവത്തിൻ്റെ അടയാളം. ട്രിബുലേഷൻ പീരീഡിൽ, ഉപദ്രവകാലത്തിൽ കർത്താവ് തൻ്റെ മക്കളെ ദൈവത്തിൻ്റെ അടയാളത്തിനാൽ മുദ്രയിട്ടെടുക്കും. ദൈവത്തിൻ്റെ നാമം നെറ്റിയിൽ എഴുതപ്പെട്ടവർ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നാമം മുദ്രയിട്ടുകൊണ്ട് എടുക്കും. പിന്നെ അതേ സമയത്ത് തന്നെ പിശാചിൻ്റെ നാമം മുദ്രയിട്ടുള്ളവരുമുണ്ട്. ദൈവത്തിൻ്റെ നാമം നെറ്റിയിൽ മുദ്രയിടാത്തവർക്കാകുന്നു 5 മാസത്തെ കഷ്ടമെന്ന് റെവലേഷൻ 9 പറഞ്ഞിരിക്കുന്നത്. അന്നേരം ദൈവത്തിൻ്റെ നാമം നെറ്റിയിൽ മുദ്രയിടപ്പെടുന്നവർ നിശ്ചയമായിട്ടും ശബത്തിനെ കൈക്കൊണ്ടവർ തന്നെയാകുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം അത് തന്നെയാകുന്നു ദൈവത്തിൻ്റെ അടയാളം. ദൈവത്തിനും ഇസ്രായേൽ മക്കൾക്കും മധ്യേ കർത്താവ് വെച്ചതായ അടയാളമാകുന്നു അത്. എന്താകുന്നു ഞാൻ ഇസ്രായേൽ മക്കൾ എന്ന് പറയുവാൻ കാരണം? അത് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അങ്ങ് മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്രായേൽ ആകുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മിഡിൽ ഈസ്റ്റിൽ ആ ഒരു പർട്ടിക്കുലർ ദേശത്ത് മാത്രമുള്ളതാകുന്ന ഇസ്രായേൽ മക്കളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കർത്താവ് പറയുകയാണ്, ഇസ്രായേൽ ഗോത്രത്തിലെ കളഞ്ഞുപോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. യേശുവ വ്യക്തമായിട്ടും പറയുകയാണ്, ഇസ്രായേൽ ഗോത്രത്തിലെ കളഞ്ഞുപോയതായ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ജാതിയായവരെ നിങ്ങൾ ഇന്നും ഞാൻ ജാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, ഇതുവരെയും ആ യഥാർത്ഥ നാട്ടൊലിവിങ്കൽ ഒട്ടുവാൻ നിങ്ങൾക്ക് സമയമായില്ലയോ? പൗലോസ് പറയുന്നുണ്ടല്ലോ, കാട്ടൊലിവായ നിങ്ങളെ നാട്ടൊലിവിലേക്ക് ഒട്ടിച്ചു ചേർത്തുവെന്ന്. എന്താ ഇത്ര നാളായിട്ടും നിങ്ങൾ ഒട്ടാത്തത്? ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമോ ഞാൻ ജാതിയാണേ. ആ ഒട്ടിച്ചു ചേർക്കുന്ന ബ്രാഞ്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഞാൻ ഇവിടുന്ന് വന്നത് ജാതിയാണെന്ന് ഇങ്ങനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ കർത്താവ് നിന്നെ എന്നോ ഒട്ടിച്ചു ചേർത്താൽ ഇതും തമ്മിലുള്ളതാകുന്ന വ്യത്യാസം അറിയത്തില്ല. രണ്ടും ഒറ്റ സ്റ്റെമ്മായിട്ട് ഒരേപോലെ വളരും. ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, യഹൂദൻ വേറെ, ഞങ്ങൾ ആദ്യമേ പോകും, പിന്നെ യഹൂദന്മാർ കഷ്ടപ്പെടും, ഞങ്ങൾ വേറെ യഹൂദൻ വേറെ, ഞങ്ങൾക്ക് വേറെ സ്വർഗം യഹൂദന്മാർക്ക് വേറെ, ഞങ്ങൾക്ക് മേലെ തട്ട് യഹൂദന്മാർക്ക് വേറെ തട്ട്. നിങ്ങളെ ഒട്ടിച്ചു ചേർത്തെങ്കിൽ
വളർന്ന് ഇത്രയും വർഷം കഴിഞ്ഞ് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നീ എവിടെ മുതലാ ഒട്ടിയത്, എപ്പോഴാ ഒട്ടിച്ചു ചേർത്തത്, വ്യത്യാസം അറിയത്തില്ല. യഹൂദനും ജാതിയും തമ്മിലുള്ളതായ വ്യത്യാസം അറിയത്തില്ല. അതേപോലെ ആയിരിക്കണം. അങ്ങനെയാണ് കർത്താവ് ഒട്ടിച്ചു ചേർത്താൽ ഒട്ടേണ്ടത്. ഇതങ്ങനെയല്ല. ഇതിപ്പോൾ ഒട്ടിയിരിക്കുന്നത് ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ഒട്ടിച്ചു ചേർത്താലും ഞാൻ ജാതിയാണ്, ഞങ്ങൾക്ക് ശബത്തൊന്നും വേണ്ട, അത് യഹൂദന്മാർക്കുള്ളതാ, ഞങ്ങൾ ആദ്യമേ പോകും, അവര് ഇവിടെ വന്ന് അവര് കർത്താവിനെ സ്വീകരിക്കാത്തതുകൊണ്ട് അവര് സ്വർഗത്ത് പോകത്തില്ല, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഏറ്റവും താഴത്തെ ഇങ്ങനെ മാറി 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 പോകുന്നതാകും. ഇതാണ് ജാതികളുടെ സ്വഭാവം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എത്രയോ വർഷമായി കർത്താവ് നിങ്ങളെ ഒട്ടിച്ചിട്ട്, ഇതുവരെയും നിങ്ങൾക്ക് ഒട്ടുവാൻ നേരമായിട്ടില്ലേ? അതുകൊണ്ട് നിശ്ചയമായി ഞാൻ പറയുന്നു, കർത്താവിൻ്റെ ശബത്ത് എന്നതാകുന്ന അടയാളത്തെ എടുത്തുകൊണ്ട് ഇസ്രായേൽ ഗൃഹത്തിലെ കളഞ്ഞുപോയതായ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ ഞാൻ വന്നിട്ടില്ല എന്ന് കർത്താവായ യേശുവ പറയുമ്പോൾ, ജാതികളായിട്ടുള്ളവർക്കും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ നിശ്ചയമായിട്ടും സമയമുണ്ട്, നിശ്ചയമായിട്ടും അവർക്ക് അവകാശമുണ്ട്. പക്ഷെ അവകാശം ആ കനാനിയ സ്ത്രീയെ പോലെയുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കനാനിയ സ്ത്രീയെ പോലെ കർത്താവെ, നായ്ക്കുട്ടികളും മേശയുടെ മേലിൽ നിന്ന് മേശയുടെ കീഴിൽ വീഴുന്നതായ അപ്പനുറുക്കുകളെ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബലാത്കാരേണ സ്വർഗരാജ്യത്തെ പിടിച്ചടക്കി അങ്ങോട്ട് കയറി ചെന്ന് അവകാശത്തെ ചോദിക്കുവാൻ തക്കവണ്ണമുള്ളതായ വിശ്വാസം ജാതിക്കുണ്ടെങ്കിൽ ആ ജാതിക്കും സ്വർഗരാജ്യത്തിലേക്ക് അവകാശമുണ്ട്. പക്ഷേ കർത്താവ് വ്യക്തമായിട്ടും പറയുന്നു, മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, ഇസ്രായേൽ ഗോത്രത്തിലെ കളഞ്ഞുപോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന്. അതിന് ആദ്യമിടേണ്ടുന്നതായ അടിസ്ഥാനം, ഒരു ക്രിസ്ത്യാനിക്ക് ആദ്യമിടേണ്ടുന്നതായ അടിസ്ഥാനം യഹൂദ ഗ്രഹവും ഇസ്രായേൽ ഗ്രഹവും എന്താണ് എന്നുള്ളതാണ്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ 2 ഗ്രഹങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്ന് ഹൗസ് ഓഫ് ജൂഡ, യഹൂദ ഗ്രഹം. 2 ഹൗസ് ഓഫ് ഇസ്രായേൽ, ഇസ്രായേൽ ഗ്രഹം. യഹൂദ ഗോത്രവും അല്പമായ ബെന്യാമീൻ ഗോത്രവും കൂടെ ചേർന്ന് യഹൂദ ഗ്രഹമെന്നും ബാക്കി 10 ഗോത്രങ്ങളെ ചേർന്നിട്ട് അത് ഇസ്രായേൽ ഗ്രഹമെന്നും, ഈ ഇസ്രായേൽ ഗ്രഹം ലോകത്തൊക്കെയും ചിതറിക്കപ്പെട്ടു പോയി. അവർ ഇന്ന് ഹിന്ദുവാണോ, മുസ്ലിമാണോ, ബ്രാഹ്മണനാണോ, ദളിതനാണോ, ക്രിസ്ത്യാനിയാണോ എന്ന് അറിയാതെ കൊണ്ട് അവര് ഇന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അവര് ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു 6 തലമുറ വരെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മാക്സിമം 4, 5, 6 തലമുറ വരെ. ഒരു 10 തലമുറ മുന്നേ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാവോ? അത് ഹിന്ദു ആയിരുന്നോ, ഒരു ക്രിസ്ത്യാനി ആയിരുന്നോ, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആയിരുന്നോ, അല്ലെങ്കിൽ ഒരു ദളിതനായിരുന്നോ? നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? ഇല്ല. അങ്ങനെ ഈ ഇസ്രായേൽ ഗോത്രത്തിലെ 10 ഗോത്രങ്ങൾ, ഇസ്രായേൽ ഗ്രഹത്തിലെ 10 ഗോത്രങ്ങൾ ചിതറിക്കപ്പെട്ടു പോയി. അവർക്ക് തന്നെ അറിയത്തില്ല. അവരെ അടിമകളായി കൊണ്ടുപോയി. ഇന്നും അവർ അറിയാതെ വണ്ണം, ഒരു പക്ഷേ നിങ്ങളിൽ ഒരാളെ പോലെ ഇന്നും അറിയാതെ വണ്ണം അവർ കിടക്കുന്നു. പക്ഷേ ഒറ്റ കാര്യം, കർത്താവ് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇസ്രായേൽ ഗ്രഹത്തിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന്? ഈ ആടുകൾ, അത് ഹിന്ദു ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ദളിതനായിരുന്നാലും ബ്രാഹ്മണനായിരുന്നാലും ഏത് ജാതി ആയിരുന്നാലും, ഒരു ജാതിയോ മതമോ ഇല്ലാത്തവനായിരുന്നാലും, യഹൂദാഗ്രഹം, യഹൂദന്മാർ എന്ന് കേൾക്കുമ്പോൾ, ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ, കർത്താവിൻ്റെ ശബത്ത് എന്ന് കേൾക്കുമ്പോൾ, കർത്താവിൻ്റെ ആ ഫീസ്റ്റുകൾ, പെസഹ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, കർത്താവിൻ്റെ വാരോത്സവം, ഇങ്ങനെ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്, അതായത് പാപപരിഹാര ദിവസം, കർത്താവിൻ്റെ കാഹള പെരുന്നാൾ, ഇങ്ങനെയൊക്കെയുള്ളതാകുന്ന കർത്താവിൻ്റെതായിട്ടുള്ളതായ കാര്യങ്ങളെ കേൾക്കുമ്പോൾ ഒരു അട്രാക്ഷൻ ആ ആടിനുണ്ടാകും. കാരണം ആടുകൾ തൻ്റെ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയും. ആടുകൾക്ക് തൻ്റെ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയാം. സോ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്പാർക്ക്, ഒരു കത്തൽ ഉണ്ടാകുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കളഞ്ഞുപോയ ഇസ്രായേൽ ഗ്രഹത്തിലെ ഒരാട് ആയിരിക്കാം. അല്ല, ഇസ്രായേൽ ഗ്രഹത്തിലെ ഒരാടല്ലയോ, നിങ്ങൾ ജാതികളാണോ? നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ കണ്ടതുകൊണ്ടാണ് ഇതൊക്കെയും കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ആകർഷണം ഉണ്ടാകുന്നത്. കാരണം ദൈവം നിങ്ങളെ കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് വ്യക്തമായിട്ടും ഈ ഒരു അടിസ്ഥാനത്തിലായിരുന്നു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം ഇടേണ്ടുന്നത്. അതിനു പകരം പുതുതായിട്ട് ഒരാൾ ക്രിസ്ത്യൻ സഭകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യമേ കേൾക്കുന്നത് ത്രിയേക ദൈവത്തെ പറ്റിയാണ്. അവൻ്റെ ആരാധന ഞായറാഴ്ച ദിവസത്തെ പറ്റിയാണ്. കർത്താവ് അനുഗ്രഹിച്ചതും വിശദീകരിച്ചതുമായ 7-ാം ദിവസമാകുന്ന ശബത്തിനെ പറ്റി ഒരു ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞ് അവൻ കേട്ടിട്ടില്ല. കർത്താവ് 1000 ആണ്ട് വാഴ്ചയുടെ കാലത്ത് പോലും
കൂടാര പെരുന്നാൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നതാകുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്ന പെരുന്നാളുകൾ, കർത്താവിൻ്റെ ഉത്സവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന 7 ഉത്സവങ്ങളെ പറ്റി ഒരു ക്രിസ്ത്യാനിക്കും അറിയത്തില്ല. പക്ഷേ ഇതൊക്കെയും നടക്കുന്നതായ, ഇതൊക്കെയും വരുവാൻ പോകുന്നതായ, ഇതൊക്കെയും ഈ സത്യങ്ങളെ ലോകം അറിയുവാൻ പോകുന്നതായ കാലം അധികം വിദൂരമല്ല. ഇറ്റ്സ് വെരി നിയർ ബൈ. അത് അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് അത് അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആദ്യമേ എതിർ ക്രിസ്തു വരികയും പിന്നീട് മാത്രമേ യഹോശുവ മശിഹാ വരുത്തുകയുള്ളൂ. കാരണം എന്താകുന്നു ആ സീക്രട്ട് കമ്മിങ് എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്? എന്താകുന്നു കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് കേട്ടത്? കർത്താവ് കള്ളനെ പോലെ വരുന്നത് രാത്രി ഉറങ്ങിക്കിടപ്പും കട്ടെടുത്തുകൊണ്ട് പോകുന്നതല്ല കള്ളനെ പോലെ വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം. കള്ളനെ പോലെ വരിക എന്ന് പറഞ്ഞാൽ പറയാതെ വരുമെന്നാണ്. പറഞ്ഞിട്ട് വന്നാൽ വീട്ടുടയവൻ വീട് തുറക്കാൻ സമ്മതിക്കാതെ അവൻ ഉണർന്നിരിക്കുമല്ലോ. അതുപോലെ കർത്താവ് അത് പറയാതെ, ആരോട് പറയാതെ, ഈ ലോകത്തോട്, അത് സാത്താൻ പോലും അറിയില്ല, പിശാച് പോലും അറിയത്തില്ല, ഈ ലോകത്തിലുള്ള ജനത്തോടാണ് അത് പറയാതെ വരുന്നത്. നമ്മൾക്കോ ആ നാളും നാഴികയും സംബന്ധിച്ച് മാത്രമേ നമ്മൾക്കറിയാതെയുള്ളൂ. പക്ഷേ കാലങ്ങളെയും സമയങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അന്നേരം കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നമ്മൾക്ക് അറിയുവാൻ കഴിയും. കാലങ്ങളെയും സമയങ്ങളെയും അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കണം കർത്താവ് അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന്. ഒരു പക്ഷേ ആ നാളോ നാഴികയോ മാത്രമേ നമ്മൾക്കറിയാതെയുള്ളൂ. അതുകൊണ്ട് നിശ്ചയമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ 2 കാര്യം സംഭവിക്കാതിരിക്കുവാൻ നോക്കുക. 1 വിശ്വാസത്യാഗം, 2 ഇവൻ കൊണ്ടുവരുന്നതാകുന്ന കെണികൾ. കാരണം ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ എതിർ ക്രിസ്തുവായവന് 7 വർഷത്തെ ഉപദ്രവകാലമുണ്ട് എന്ന് പറയുന്നുവല്ലോ. എതിർ ക്രിസ്തുവായവനല്ല, മൊത്തത്തിൽ 7 വർഷത്തെ ഉപദ്രവകാലം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അന്നേരം എതിർ ക്രിസ്തുവിനുള്ളത് 3.5 വർഷത്തെ, അവൻ വെളിപ്പെട്ടതിന് ശേഷം 3.5 വർഷത്തെ ഭരണമാണ് എതിർ ക്രിസ്തുവിനുള്ളത്. അങ്ങനെയാകുന്നുവെങ്കിൽ ആദ്യത്തെ 3.5 വർഷം അവൻ മറഞ്ഞിരുന്നു കൊണ്ട് ചതിക്കുന്നതാകുന്ന ചില ചതികളിൽ നിങ്ങൾ വീഴുവാൻ ഇടയാവുകയില്ലയോ? കർത്താവ് ആദ്യമേ വരും, അതിനുശേഷം മാത്രമേ എതിർ ക്രിസ്തു വരത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഇത് വന്നിരിക്കുന്നത് എതിർ ക്രിസ്തു ഒന്നുമല്ല, ഈ വന്നിരിക്കുന്നത് എതിർ ക്രിസ്തുവിന്റെ ട്രാപ്പ് അല്ല, അവന്റെ കെണിയൊന്നുമല്ല, ഇത് എതിർ ക്രിസ്തുവുമല്ല, ഇത് എതിർ ക്രിസ്തുവിന്റെ ട്രാപ്പുമല്ല, ഇത് നെയ്മും അല്ല, അവന്റെ മുദ്രയുമല്ല, അവന്റെ പേരുമല്ല, അവന്റെ സംഖ്യയുമല്ല, ഇതൊന്നുമല്ല, ഇത് എതിർ ക്രിസ്തുവിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആദ്യമേ കർത്താവാ വരേണ്ടുന്നത് എന്ന് വാശിയും വീറോടും ഇരിക്കുന്നതാകുന്ന നിങ്ങളുണ്ടല്ലോ, കെണിയിൽ വീണു പോകുവാനിടയാകും അവൻ ചതിയിലൂടെ അത് കൊണ്ടുവന്നാൽ. അതുകൊണ്ട് ആ ഒരു കെണി നിങ്ങൾക്ക് വരാതിരിക്കാൻ നോക്കുക. 2 വിശ്വാസത്യാഗം സംഭവിക്കും. ഈ ഉപദേശം, ഈ പ്രീ ട്രിബുലേഷൻ റാപ്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്നതായ ആദ്യമേ കർത്താവ് വന്ന് സഭ എടുത്തുകൊള്ളപ്പെടും, അതിനുശേഷം മാത്രമേ എതിർ ക്രിസ്തു വരികയുള്ളൂ എന്ന് പറഞ്ഞതായ ദുരുപദേശം, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ളതാകുന്ന 2ാമത്തെ കാര്യമാണ് വിശ്വാസത്യാഗം. നിങ്ങളുടെ വിശ്വാസത്തെ ത്യജിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരികയാകുന്നുവെങ്കിൽ ആ സമയത്ത് പറയും, അയ്യോ ഇങ്ങനെയല്ലല്ലോ സഭ എന്നെ പഠിപ്പിച്ചത്, അന്നേരം ഇത്ര നാൾ ഞാൻ വിശ്വസിച്ച് വന്നിരുന്നത് തെറ്റായിപ്പോയോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിനി ദൈവവും വേണ്ട, എനിക്കിനി സഭയും വേണ്ട, ഞാൻ ഇത്ര നാൾ ഞാൻ വിശ്വസിച്ചതായ വിശ്വാസവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ വിശ്വാസത്തെ ത്യജിച്ച് കളയുവാൻ തക്കവണ്ണം ഇടയാകും. ഈ ഉപദേശം അതിന് ഇടയാക്കും. അതുകൊണ്ട് ഈ ആദ്യമേ സഭ എടുത്തുകൊള്ളപ്പെടുമെന്നുള്ളതായ ദുരുപദേശം വന്നിട്ട് വെറും 200 വർഷം ബ്രദറൻ മൂവ്മെൻറ്റുകാർ തുടങ്ങിയതായ ഒരു ഉപദേശമാണ് ഇതെന്ന് ഓർത്തുകൊള്ളുക. പിന്നെ പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റ് 1901 തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ മൂവ്മെൻറ്റ് തുടങ്ങിയതാണ് 1901. പക്ഷേ പരിശുദ്ധാത്മാവ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് 50-ാം ദിവസം തന്നെ, അവരുടെ ഷവ്വോത്ത് എന്നതാകുന്ന പെരുന്നാളിൽ തന്നെ, ആ ഷവ്വോത്തിനെയാണ് പെന്തക്കോസ്റ്റ് എന്ന് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ 50-ാം ദിവസം എന്ന് പേർ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ആ ഷവ്വോത്ത് ദിവസത്തിൽ ഷവ്വോത്ത് ദിവസത്തിൽ അവർ കൂടിയിരുന്നപ്പോൾ, ആ പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസത്തിൽ അവർ കൂടിയിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വന്നു. അത് ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് 1901 ഈ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനം തുടങ്ങിയത്. ആ പ്രസ്ഥാനത്തിന്റെ ബ്രാഞ്ചുകളാണ് ഇന്ന് കാണുന്നതായ എല്ലാ സഭകളും. അതുകൊണ്ട് നിങ്ങൾ തന്നെ സ്വയം റിസർച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾ തന്നെ മനസ്സിലാക്കി നോക്കുക, ഇത് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്കുക. ദൈവവചനം ഇങ്ങനെ പറയുന്നുവെങ്കിൽ പക്ഷേ എന്താണ് ഇങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്നത്, എന്തുകൊണ്ട് ഇതിങ്ങനെ എഴുതിയിരിക്കുന്നു?
ഞാൻ ചോദിച്ചതായ എൻ്റെ സംശയം തുടങ്ങിയത് ആ ഒറ്റൊരു ചോദ്യത്തിലാണ്. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ആം, ലോകം ഉണ്ടായ നാൾ മുതൽ, ലോകസ്ഥാപനം മുതൽ ഇന്ന് വരെയും ഉണ്ടാകാത്തതും ഇനി മേലാൽ ഉണ്ടാകാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകുമെന്ന് ഉപദ്രവകാലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നിട്ട് അതോട് ചേർത്ത് എഴുതിയിരിക്കുകയാണ്, വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. വ്രതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അതായത് തെരഞ്ഞെടുക്കപ്പെട്ടവർ, വ്രതന്മാർ എന്ന് പറഞ്ഞാൽ ദ എലക്ട്, തെരഞ്ഞെടുക്കപ്പെട്ടവർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും. അന്നേരം നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ? നിങ്ങൾ വ്രതന്മാരല്ലേ? നിങ്ങൾ വിശുദ്ധന്മാരല്ലേ? അന്നേരം നിങ്ങളെ നിമിത്തമാണ് ആ നാളുകൾ ചുരുങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ചോദിച്ചു നോക്ക്, നിങ്ങൾ സ്വയം ചോദിച്ചു നോക്ക്, എങ്ങനെയാ ഈ വ്രതന്മാർ എന്ന് പറയുന്നത് നമ്മളാകുന്നു, വിശുദ്ധന്മാർ നമ്മളാകുന്നു എന്ന് പറയുകയും ചെയ്യും. പക്ഷേ വിശുദ്ധന്മാർ നിമിത്തം എന്തിനാണ് കർത്താവിന് പീഡനകാലത്തെ, ആ ഉപദ്രവകാലത്തെ ചുരുക്കേണ്ടുന്നതായ ആവശ്യം? അതോ ഇനി കൈവിടപ്പെട്ടു പോയ സഭയെ പ്രകാരമാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഈ കൈവിടപ്പെട്ടു പോയ സഭ എന്ന് പറയുന്നത് എന്തിനാണ് ഈ കൈവിടപ്പെട്ടു പോയവരെ വിശുദ്ധന്മാരെന്നും വ്രതന്മാരും എന്ന് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ നമ്മൾക്ക് വന്നതായ ചതി, ഈ ഒരു ചതി എല്ലാ സഭകളും ഇന്ന് ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതായ എല്ലാ സഭകളും അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഈ 200 വർഷത്തിന് മുമ്പേ വന്നതായ അടിസ്ഥാനത്തിന്മേലിട്ടതായ അടിസ്ഥാനമാണ്, അപ്പോസ്തോലന്മാരുടെ അടിസ്ഥാനമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അന്നേരം ഈ ചതി മുന്നമേ കണ്ടുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തോലൻ പറഞ്ഞത്, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഈ സെപ്റ്റംബർ 2025 കർത്താവ് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി ഇംഗ്ലീഷ് വീഡിയോസ് ഇറങ്ങുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അന്നേരം ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവ് ആദ്യമേ വരികയല്ല, എതിർ ക്രിസ്തുവാണ് ആദ്യമേ വരുന്നത്. അവൻ മറഞ്ഞിരുന്നു കൊണ്ട് കൊണ്ടുവരുന്നതാകുന്ന കെണികളിൽ നിങ്ങൾ വീണു പോകാതെ ഇരിക്കണമെങ്കിൽ കൊണ്ടുവരുന്നതായ എല്ലാ കെണികളെയും, കൊണ്ടുവരുന്നതാകുന്ന എല്ലാ മാൻഡേറ്റ്സിനെയും നിങ്ങളൊരു സംശയദൃഷ്ടിയോടെ ദൈവവചനത്തെ ആസ്പദമാക്കി മാത്രമേ കാണാവൂ. കാരണം ഈ ഉപദേശം നിങ്ങളെ ചതിക്കും. സഭ ആദ്യമേ എടുത്തുകൊള്ളപ്പെടും, അതിനുശേഷം മാത്രമേ എതിർ ക്രിസ്തു വരികയുള്ളൂ എന്നുള്ളതായ ഉപദേശം നിങ്ങളെ ചതിക്കുവാനിടയാകും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് നിശ്ചയമായിട്ടും ദൈവത്തെ വാസ്തവമായിട്ടും ഹൃദയത്തിൽ നിന്നും പിൻപറ്റണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നതായ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ഈ ഉപദേശത്താൽ നിങ്ങൾ ചതിക്കപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. കാരണം ഈ ഉപദേശത്തിൻ്റെ സോഴ്സും ഈ ദുരുപദേശത്തിൻ്റെ സോഴ്സ് നിങ്ങൾക്കറിയത്തില്ലായിരുന്നായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു 5 വർഷം മുന്നേ എനിക്കിത് ഒരു ഡൗട്ട് തോന്നിയിട്ട് ഇതൊക്കെയും മനസ്സിലാക്കാൻ തുടങ്ങിയതാണ്. കാരണം ഒത്തിരി ത്രൂ ഔട്ട് ദ റെവലേഷൻ, ബുക്ക് ഓഫ് ദ റെവലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എതിർ ക്രിസ്തു യുദ്ധം ചെയ്യുന്നത് പോലും വിശുദ്ധന്മാരോടാണ്. ട്രിബുലേഷനിലൂടെയൊക്കെയും വിശുദ്ധന്മാർ കടന്നു പോകുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് കർത്താവായ യേശുവായുടെ വരവിനെ പറ്റി അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ 6 സീൽസ്, അതായത് 7 മുദ്രകൾ, അതിനുശേഷം ദൂതന്മാർ ഊതുന്നതാകുന്ന 7 കാഹളങ്ങൾ, ആ പരീക്ഷാകാലം, അതിനുശേഷം ഉള്ളതായ 6 ക്രോധ കലശം, ഇത്രയും സീൽസ്, ട്രംപറ്റ്സ് ആൻഡ് ദ റാത്ത് ഓഫ് വയൽസ്, ഇത് ഇത്രയും കഴിഞ്ഞ് ആ ഉപദ്രവകാലങ്ങളൊക്കെയും കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡിലാണ് എഴുതിയിരിക്കുന്നത്, ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു എന്ന്, യേശുവയുടെ ആ വരവിനെ പറ്റി. അവിടെ സീക്രട്ട് കമ്മിങ് എന്ന് പറയുന്ന സംഭവം അല്ല അവിടെ പറയുന്നത്. കർത്താവ് വരുന്നതായ, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത, കർത്താവ് വരുമ്പോൾ നിശ്ചയമായിട്ടും എന്താ പറയുക, ദൂതന്മാരെ 4 ദിക്കിലും അയച്ച് അവരെ തൻ്റെ വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി വരും എന്നാണ് എഴുതിയിരിക്കുന്നത്. അതും നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമുണ്ടല്ലോ, അന്ത്യകാഹളനാദത്തിങ്കൽ കണ്ണിമിക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടുമെന്ന്. എല്ലാവർക്കും അറിയാവുന്ന വചനം അത്. കണ്ണിമിക്കുന്നിടയിൽ, അന്ത്യകാഹളനാദത്തിങ്കൽ കണ്ണിമിക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടും. എഴുതിയിരിക്കുന്നത് അന്ത്യകാഹളനാദം എന്നാ. അന്നേരം എത്ര കാഹളനാദം ഉണ്ട് നിങ്ങളുടെ ബൈബിളിൽ? നിങ്ങളുടെ ബൈബിളിൽ
ഉപദ്രവകാലത്തിൽ ആ 7 വർഷത്തെ ഉപദ്രവകാലത്തിൽ വചനം നോക്കിക്കഴിഞ്ഞാൽ 7 കാഹളനാദമുണ്ട്. അതിനകത്ത് 7ാമത്തെ കാഹളനാദത്തെങ്കിലാണ് കർത്താവ് വരാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് അന്ത്യകാഹളനാദത്തെങ്കിൽ ഈ അന്ത്യ എന്നുള്ളതങ്ങ് എടുത്തു കളഞ്ഞിട്ട് നമ്മൾ രൂപാന്തരപ്പെടും, അതിനുശേഷം മാത്രമേ കർത്താവ് വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ഒരു എന്താ പറയുക, ഒരു ഒരു ഇരട്ടത്താപ്പ് പോലെ അങ്ങ് ആക്കി കളഞ്ഞു ആ ഉപദേശം. അന്ത്യകാഹളനാദത്തെങ്കിൽ നാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, അത് 7ാമത്തെ കാഹളനാദമാണ്. റെവലേഷനിൽ നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ നോക്കിയാൽ 7 കാഹളം കയ്യിൽ പിടിച്ചിരിക്കുന്നതായ ദൂതന്മാർ. അവര് കാഹളം ഊതുക എന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ അല്ല അവിടെ ചെയ്യുന്നത്. ഈ ഭൂമിയിൽ ഉപദ്രവകാലത്തിൽ വരുവാൻ പോകുന്നതായ കഷ്ടങ്ങളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. സോ ആ അന്ത്യകാഹളനാദത്തെങ്കിൽ 7ാമത്തെ കാഹളനാദത്തെങ്കിലാണ് കർത്താവ് വരുവാൻ പോകുന്നത്. അതായത് സഭ നിശ്ചയമായിട്ടും ആ ഉപദ്രവകാലത്തിലൂടെ കടന്നു പോകും. പക്ഷേ നമ്മൾക്കുള്ളതായ പ്രത്യാശ എന്തായിരിക്കണം? നമ്മൾക്കുള്ളതായ പ്രത്യാശ ആ നോഹയുടെ പെട്ടകത്തിൻ്റെ ഉള്ളിൽ നോഹയെ കർത്താവ് സൂക്ഷിച്ചതുപോലെ നമ്മളും സൂക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾക്ക് എന്താ പറയുക, വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടായതുകൊണ്ടല്ല. നമ്മളെ ആ നോഹയുടെ പെട്ടകത്തിലെ ആ മൃഗങ്ങളെ പോലെ വേണം നമ്മൾ കാണുവാൻ. കാരണം ആ നോഹ എന്നതാകുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഒറ്റൊരു വ്യക്തി ഉണ്ടായതുകൊണ്ടാണ് ആ മൃഗങ്ങൾക്ക് പോലും ആ പെട്ടകത്തിൽ കയറി വന്നതായ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആ പർവ്വജാതികൾക്കൊക്കെ അവർക്ക് ജീവൻ ലഭിച്ചത്. ആ നോഹ എന്ന് പറഞ്ഞതായ ഒറ്റൊരു വ്യക്തി ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഭൂമിയും കർത്താവ് ശേഷിപ്പിച്ചിരിക്കുന്നത്, മുഴുവനെ നശിപ്പിച്ച് കളയാതെ ഇപ്പോഴും കർത്താവ് ശേഷിപ്പിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടായതുകൊണ്ടാണ്. എസ്പെഷ്യലി അത് കർത്താവിൻ്റെ നിശ്ചയമായിട്ടും ഉള്ളതായ ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും. ഈ കളഞ്ഞു പോയതായ ആട് എന്ന് പറഞ്ഞിരിക്കുന്നതായ ഇസ്രായേൽ ഗ്രഹത്തിലുള്ളവര്, അവർക്ക് ആ കർത്താവിൻ്റെ കളഞ്ഞുപോയതായ ഇസ്രായേൽ ഗ്രഹത്തിലെ ചിതറിക്കപ്പെട്ടു പോയതായ ആ ജനം ഇന്ന് ഭൂമിയിൽ ചിതറിക്കപ്പെട്ടു പോയി കിടക്കുന്നത് കൊണ്ടാണ് ജാതികളായിട്ടുള്ളവരും ഇന്ന് ആ പെട്ടകത്തിൽ ഉണ്ടാകാൻ തക്കോണം ഇടയാകുന്നത്. സോ ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിൻ്റെ അന്ത്യകാഹളനാദത്തിങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പരീക്ഷാകാല സമയത്ത് കർത്താവിൻ്റെ പെട്ടകത്തിലേക്ക് കടക്കുമ്പോൾ, ആ പെട്ടകത്തിലേക്ക് കടക്കുന്നതിനുള്ളതായ കർത്താവിൻ്റെ ആ സീല് എന്ന് പറയുന്നത്, കർത്താവിൻ്റെ അടയാളം എന്ന് പറയുന്നത് പണ്ടും കർത്താവ് പറഞ്ഞിട്ടുള്ളതും ഇപ്പോഴും കർത്താവ് അങ്ങനെ തന്നെ ഒരു മാറ്റം വരാതെ തുടർന്നു കൊണ്ടേയിരിക്കുന്നതും ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും എല്ലാവരും ചെയ്തതായ ശബത്ത് എന്നതായ കർത്താവിൻ്റെ അടയാളമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഈ ശബത്ത് ദിവസത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊരു വാണിംഗ് ആയിട്ട് എടുക്കുക. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. അതിനുശേഷം മാത്രമേ കർത്താവിൻ്റെ വരവുണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകാഞ്ഞാൽ എന്ന് പറയുന്നത് സഭ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിനെ കുറിച്ചല്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എപ്പോഴാണോ ത്യജിക്കുന്നത് ആ സമയത്ത് നിങ്ങളെ വിട്ട് പരിശുദ്ധാത്മാവ്, തടുത്തുകൊണ്ടിരുന്നതായ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടു പോകും എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം എതിർ ക്രിസ്തു വെളിപ്പെട്ടു വരും. അന്നേരം അതായത് നമ്മൾ എപ്പോഴാണോ വിശ്വസിച്ചത്, നമ്മൾ എപ്പോഴാണോ കർത്താവാകുന്ന യേശുവായിൽ വിശ്വസിച്ചത്, ആ സമയത്താകുന്നു നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതെങ്കിൽ എപ്പോഴാണോ ആ വിശ്വാസത്തെ ത്യജിക്കുന്നത് അപ്പോൾ തന്നെയാകുന്നു പരിശുദ്ധാത്മാവും നമ്മളെ വിട്ടു പോകുവാൻ ഇടയാകുന്നത്. ഏത് നിമിഷവും, അത് നിങ്ങൾ ഹൃദയത്തിൽ പോലും ഒരു നിമിഷം കർത്താവിങ്കിലുള്ളതാകുന്ന വിശ്വാസത്തെ ത്യജിച്ചു കളഞ്ഞാൽ ആ നിമിഷം പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടു പോകും. കാരണം എന്താ? ഇതിനുള്ളതായ ഒരു വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആ നോഹയുടെ കാലം പോലെ ആകുമെന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടകത്തിൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ കർത്താവ് പറയുകയാണ്, ആ നോഹയുടെ കാലത്ത് കർത്താവ് ഫ്ലഡ് കൊണ്ട് ആ ഭൂമിയെ നശിപ്പിക്കുവാൻ പോകുന്നതിന് മുമ്പേ കർത്താവ് പറയുകയാണ്, എൻ്റെ ആത്മാവ് മനുഷ്യനോട് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ. അന്നേരം അതിൻ്റെ അർത്ഥം എന്താണ്? ആദ്യമേ ദൈവത്തിൻ്റെ ആത്മാവ് വാദിക്കുന്നത് നിർത്തും, അത് കഴിഞ്ഞിട്ടേ ഇവിടെ പരീക്ഷ തുടങ്ങുകയുള്ളൂ. അതായത് അവിശ്വാസത്യാഗം സംഭവിച്ച്
തടുക്കുന്നവൻ നിങ്ങളെ വിട്ടു പോയതിനു ശേഷം ഇവിടെ എതിർ ക്രിസ്തു ആയവൻ വെളിപ്പെടും. അതാകുന്നു അർത്ഥം. നിങ്ങളെ ഇൻഡിവിജ്വലി ഓരോരുത്തരെയും, അതായത് വിശ്വാസം ത്യജിക്കുന്നതായ ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിൽ വരികയും അവിടെ വിശ്വാസത്തെ നിങ്ങൾ ത്യജിക്കുകയാകുന്നുവെങ്കിൽ നിങ്ങളെ വിട്ട് പരിശുദ്ധാത്മാവ് പോവുകയും എതിർ ക്രിസ്തു ആയവൻ വെളിപ്പെടുകയും ചെയ്യും. അവനെ കർത്താവാകുന്ന യേശുവ തൻ്റെ പ്രത്യക്ഷതയിൽ ജീവശ്വാസത്താൽ ഒടുക്കിക്കളയും. ആരെ? എതിർ ക്രിസ്തുവിനെ. അന്നേരം എപ്പോഴാകുന്നു ആക്ച്വലി കർത്താവിൻ്റെ വരവ്? അറ്റ് ദ എൻഡ്. 3.5 വർഷത്തെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്തിന് ശേഷം സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, ആകാശത്ത് നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ വരവ് ഉണ്ടാകും. അപ്പോളാകുന്നു യേശുവ വരികയും നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യുന്നത്. അതിനുശേഷമാകുന്നു കർത്താവ് ഈ ഭൂമിയെ തീയിട്ട് നശിപ്പിക്കുന്നത്. വേരും കൊമ്പും ശേഷിപ്പിക്കാതെ കർത്താവിൻ്റെ ക്രോധം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത്. 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ആ റാത്തിൽ നമ്മൾ കടന്നു പോകത്തില്ല എന്ന്. ആ കോപം എന്നല്ല, ആക്ച്വലി മലയാളത്തിൽ അത് ക്രോധം എന്നാണ് എഴുതേണ്ടത്. അതായത് കർത്താവ് ഈ ഭൂമിയെ തീയും ഗന്ധകവും ഇട്ട് വർഷിപ്പിക്കുന്നതാകുന്ന ആ ക്രോധ ദിവസത്തിന് തൊട്ട് മുമ്പേ കർത്താവ് പ്രത്യക്ഷമാകും, നമ്മൾ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെയാകുന്നു അത് പോകുന്നത്. ആ ടൈം ലൈൻ എങ്ങനെയാകുന്നു പോകുന്നത്? അന്നേരം നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക, ഉപദ്രവകാലത്തിലൂടെ സഭ കടന്നു പോവുകയും അതിൻ്റെ എൻഡിൽ, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന്. വൺ ഹു എൻഡ്യൂറത്ത് ടിൽ ദ എൻഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ അവസാനം വരെയും ഈ ഭൂമിയിൽ തന്നെ കാണും, ആരും എങ്ങും പോവുകയില്ല, ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾക്ക് പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം ദൈവകൃപ, കാരണം ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണമെന്നേ. അതായത് നിങ്ങൾ വിശ്വാസത്തെ ത്യജിച്ച് കളയാതിരുന്നാൽ മാത്രം മതി. വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഇരുന്ന് അന്ത്യം വരെയും നമ്മളെ വഴി നടത്തും. കാരണം 1 പത്രോസിൻ്റെ ലേഖനത്തിലും എഴുതിയിരിക്കുന്നത് എന്താണ്? നമ്മളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുവായുടെ പ്രത്യക്ഷതയെങ്കിലാണ് വെളിപ്പെടുവാൻ പോകുന്നത്. കർത്താവിൻ്റെ പ്രത്യക്ഷതയിലാണ് വെളിപ്പെടുവാൻ പോകുന്നത്. അഴിഞ്ഞു പോകുന്ന പൊന്നിനേക്കാളും വിലയേറിയതാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്നുള്ളത്. അന്നേരം ആ വിശ്വാസത്തെ ത്യജിക്കാതെ അന്ത്യം വരെയും ആ ഒരു 7 ഇയേഴ്സും കംപ്ലീറ്റഡ് ആയിട്ടുള്ളതായ ആ ഉപദ്രവ കാലത്തെങ്കിൽ വിശ്വാസത്തെ ത്യജിക്കാതെ നിൽക്കുക. ആ വിശ്വാസത്തെ ത്യജിക്കാതെ നമ്മൾ നിന്ന് കഴിയുമ്പോൾ കർത്താവ് നിശ്ചയമായിട്ടും പ്രത്യക്ഷമാകും. കർത്താവ് പ്രത്യക്ഷമാകുന്നതായ ആ ദിവസത്തിൽ നിശ്ചയമായിട്ടും നമ്മൾക്ക് ഈ ഭൂമിയിൽ നമ്മൾക്ക് കർത്താവിനെ എതിരേൽക്കുവാൻ ഈ ഭൂമിയിൽ നിന്നും നമ്മൾ മേഘത്തിലേക്ക് എടുക്കപ്പെടും. അതിനുശേഷമാണ് കർത്താവ് തൻ്റെ ക്രോധം ഈ ഭൂമിയിലേക്ക് അയച്ചത്. കാരണം കർത്താവ് തൻ്റെ മക്കളെ എടുത്ത് കളഞ്ഞതിന് ശേഷം, ആ സോതോം വിട്ടു പോയതിന് ശേഷമാണ്, ലോത്ത് സോതോം വിട്ടു പോയതിന് ശേഷമാണല്ലോ അവിടെ കർത്താവ് തീയും ഗന്ധകവും വർഷിപ്പിച്ച് അതിനെ കത്തിച്ചേരിച്ച് കളയുന്നത്. അതുപോലെയാകുന്നു. അതുകൊണ്ടാകുന്നു മലാക്കിയുടെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, മലാക്കിയുടെ പ്രവചനം അവസാനത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ആ കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത് വേരും കൊമ്പും ശേഷിപ്പിക്കാതെ കർത്താവ് സകലത്തെയും നശിപ്പിച്ച് കളയുമെന്ന്. എന്നാൽ എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന നിങ്ങൾക്കോ എന്താ പറയാ, നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും എന്ന്. അന്നേരം ആ സമയത്ത് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നതായ ഒരു കൂട്ടം ജനം ഇവിടെ നിന്നും റാപ്ചറാകും. ആ സമയത്താകുന്നു കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്. ആ സമയത്താകുന്നു കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയും നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുകയും ചെയ്യുന്നത്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ സോതോമാകുന്ന ഈ ഭൂമിയെ മുഴുവനും കർത്താവ് തന്നെ കത്തിച്ച് ചാമ്പലാക്കും. അതുകൊണ്ടാകുന്നു നമ്മൾ ക്രോധത്തിൻ്റെ പാത്രത്തിനുള്ളവരല്ല. വി ആർ നോട്ട് അപ്പോയിന്റഡ് ഫോർ റാത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്, ട്രിബുലേഷൻ എന്നല്ല എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ട്രിബുലേഷനിലൂടെ, പരീക്ഷാകാലത്തിലൂടെ, ഉപദ്രവകാലത്തിലൂടെ സഭ കടന്നു പോകും. നോഹയുടെ പെട്ടകവും ഈ ഭൂമിയിൽ തന്നെ ആയിരുന്നു, അല്ലാതെ ആകാശത്ത് പോയി സസ്പെൻഡ് ചെയ്ത് കിടക്കുകയൊന്നും ആയിരുന്നില്ല. ഈ ഭൂമിയിൽ തന്നെ ആയിരുന്നു, പക്ഷേ പ്രൊട്ടക്റ്റഡ് ആക്കപ്പെട്ടു. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കുക,
ദൈവത്തിൻ്റെ ജനം നിശ്ചയമായും നിങ്ങളുടെ വിശ്വാസത്തെ ത്യജിക്കാതിരുന്നാൽ പ്രൊട്ടക്റ്റഡ് ആക്കപ്പെടും. അതിന് ശബത്ത് എന്നതാകുന്ന കർത്താവിൻ്റെ അടയാളത്തെ പ്രാപിച്ചുകൊള്ളുക. സോ ഇതൊരു വാണിംഗ് ആയിട്ട്, അതായത് നിങ്ങൾക്കൊരു മനസ്സിലാകുന്നതിന് വേണ്ടി, ആ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്കിത്, ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത്. എതിർ ക്രിസ്തു മറഞ്ഞിരുന്നു കൊണ്ട് കൊണ്ടുവരുന്നതാകുന്ന കെണികളിൽ വീണു പോകാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും അവൻ കൊണ്ടുവരുന്നതാകുന്ന കെണികളിൽ വീഴാതിരിക്കുവാൻ നോക്കുക. അവൻ ഒരു കെണിയല്ലല്ലോ കൊണ്ടുവരുന്നത്. അവൻ എന്താ പറയുക, മാർക്ക് കൊണ്ടുവരും, നമ്പർ കൊണ്ടുവരും, നെയിം കൊണ്ടുവരും, പിന്നെ ആ ഇമേജിനെ നമ്മൾ ബൗ ഡൗൺ ചെയ്യേണ്ടി വരും. ഇതൊക്കെയും വരും. അന്നേരം ഇതൊന്നും എതിർക്രിസ്തുവല്ല, ഇതൊന്നും എതിർക്രിസ്തുവിൻ്റെ ട്രാപ്പുകളുമല്ല എന്ന് നിങ്ങളെ ഈ സഭ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെയുള്ളതായ ട്രാപ്പുകളിൽ വല്ലതും നിങ്ങൾ വീണിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കുക. അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ഇനിയുള്ളതിലെങ്കിലും വീഴാതിരിക്കുക. കാരണം ഏതെങ്കിലും ഒന്ന് മതി. കാരണം ഒന്നുകിൽ അവൻ്റെ മുദ്രയോ പേരിൻ്റെ സംഖ്യയോ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നിൽ വീണാൽ മതി. ജീവപുസ്തകത്തിൽ പേരെഴുതാത്തവരൊക്കെയാണ് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നെടുക്കുന്നത്. ഓക്കെ, അന്നേരം ഇതിൽ മൂന്നിലെ മുദ്രയോ പേരിൻ്റെ സംഖ്യയോ ആയിട്ടുള്ളതായ ഏതെങ്കിലും ഒരു കെണിയിൽ വീണാൽ മതി, കാര്യം പോയി. അതുകൊണ്ട് അവൻ കൊണ്ടുവരുന്നതാകുന്ന ട്രാപ്പുകളിൽ വീഴാതിരിക്കുവാൻ നോക്കുക. അതായത് അവൻ നോക്കുന്നത് മാർക്കിൽ വീഴാത്തവരെ, മുദ്രയിൽ വീഴാത്തവരെ അവൻ്റെ നമ്പറിൽ വീഴിപ്പിക്കും. നമ്പറിലും വീഴാത്തവരെ നെയിമിൽ വീഴിപ്പിക്കും, ആ പേരിൽ വീഴിപ്പിക്കും. അതുകൊണ്ട് ഒരെണ്ണത്തിലും വീഴാതെ ഓരോ ലെവലും ജയിച്ച് മുന്നോട്ട് പോകുവാൻ നോക്കുക. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെതായ കാര്യങ്ങളൊന്നുമല്ല, കർത്താവിൻ്റെ വചനത്തിൽ തന്നെയുള്ളതായ കാര്യങ്ങളെന്ന്. ഞാൻ എൻ്റെ അഭിപ്രായവും അല്ല പറഞ്ഞത്. ഈ 200 വർഷമായിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ 120 വർഷമായിട്ടുള്ളേ മാത്രമേ ഉള്ളൂ എന്നുള്ളതായ കാര്യം നിങ്ങൾക്ക് തന്നെ റിസർച്ച് ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഏകസത്യ ദൈവമാകുന്ന, ഇസ്രായേലിൻ്റെ ദൈവമാകുന്ന ഏകസത്യ ദൈവമേ ഉള്ളൂ എന്ന്, ഒരു ദൈവമേ ഉള്ളൂ, അത് ഇസ്രായേലിൻ്റെ ദൈവം എന്ന് വിശ്വസിക്കുക. ആ ദൈവം തന്നെയാകുന്നു വചനമായി ഈ ഭൂമിയിൽ, വചനമായിട്ട് ഈ ഭൂമിയിൽ ജഡമായിട്ടും വന്നത്. ആ ഏകദൈവം തന്നെയാകുന്നു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നത്, മശിഹായായി വന്നത് എന്ന് വിശ്വസിക്കുക. ആ ദൈവം തന്നെയാകുന്നു പരിശുദ്ധാത്മാവായി നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്നത് എന്ന് വിശ്വസിക്കുക. കർത്താവിൻ്റെ ശബത്തിനെ കൈക്കൊള്ളുക. ഞാൻ എൻ്റെ പ്രീവിയസ് ഇട്ടിട്ടുള്ളതായ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ചർച്ചിൻ്റെ ഭാഗമായിട്ടോ, ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടോ, ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടോ, ഒരു വ്യക്തിയുടെ ഭാഗമായിട്ടോ നിന്നുകൊണ്ട് പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. ഞങ്ങൾ ഇൻഡിവിജ്വലി ആണ് നിൽക്കുന്നത്. കർത്താവിൻ്റെ കാരണം ഇൻഡിവിജ്വലി നിൽക്കുന്നതിനുള്ളതായ കാരണം തന്നെ ഇങ്ങനെയുള്ളതാകുന്ന ചില കാര്യങ്ങളെ മനസ്സിലായതിനു ശേഷമാണ്. അതാരും പറഞ്ഞു തന്നതല്ല, സ്വയം അന്വേഷിക്കണമെന്ന് തോന്നി, സ്വയമായിട്ട് അന്വേഷിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ കുറേ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി. നിങ്ങൾക്കും സ്വയമായി നിങ്ങളുടെ അന്വേഷണങ്ങളെ നടത്തുക. സോ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മേ അബ ബ്ലെസ് യു. താങ്ക് യു.